ഇൻവെസ്റ്റ്മെൻറ്റ് പിച്ചിൽ പോകുന്ന സമയത്ത് യു ഷുഡ് ഹാവ് എ വെരി ഗുഡ് നെഗോഷിയേഷൻ സ്കിൽ, വെരി ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. ഇല്ലെങ്കിൽ എന്താ, അയാൾ 40% പറയും. നമ്മുടെ ഈ പറഞ്ഞ ഇതിൻ്റെ ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാവർക്കും കൃത്യമായിട്ടൊരു ക്ലാരിറ്റി ഉണ്ട് എത്ര പൈസ വേണമെന്നുള്ളത്, അല്ലേ? 5 കോടി 10 കോടി 2 കോടി അതിനെപ്പറ്റി നല്ല ക്ലാരിറ്റി ഉണ്ടാവും, ഇല്ലേ? നമ്മൾ ഇൻവെസ്റ്ററേയും കണ്ടു, അയാൾ ഓൾമോസ്റ്റ് കാശ് തരാനും ഓക്കെയായി, നമ്മൾ ഡിസ്കഷൻ വരെ എടുത്തി. അപ്പം തന്നെ നമ്മൾ ഈ പറയുന്ന 20 കോടിക്കും 10 കോടിക്കും അവിടെ എല്ലാവരോടും കമ്മിറ്റ്മെൻറ്റും കൊടുത്തിട്ടുണ്ടാവും. ഈ തരാമെന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ഇട്ട് നേരത്തെ പറഞ്ഞ വെൻഡേഴ്സിനൊക്കെ എല്ലാവർക്കും കമ്മിറ്റ്മെൻറ്റും കാര്യം കൊടുത്തിട്ടുണ്ടാവും. ലാസ്റ്റ് മിനിറ്റ് നെഗോസിയേഷൻ നടക്കുന്ന സമയത്ത് അയാൾ പറയും എനിക്ക് മിനിമം 35% അല്ലാണ്ട് ഞാൻ നടക്കില്ല, അല്ലേ? 35%. ഇദ്ദേഹം പറഞ്ഞ പോലെ 50 വർഷമായാലും കുഴപ്പമില്ല പൈസ, കാരണം ഓൾറെഡി അവിടെ കമ്മിറ്റ് കൊടുത്തത്. ഞാൻ 15 വരെ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആൾ 50% കമ്പനി കൊടുത്ത് ഈ 5 കോടി വാങ്ങിക്കും. കാരണം അതാണ് ഈ കച്ചവടം നടക്കുന്ന സമയത്തുള്ള മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റി ഇല്ലെങ്കിൽ എന്താ, യു മേ ലൂസ് യുവർ ഷെയർസ്. Fintaxman, the mentor your business needs.